ഒളിവിലിരുന്ന കേരള പോലീസിനെയും ആഭ്യന്തരമന്ത്രിയും വെല്ലുവിളിച്ച് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി അകത്ത്. ഇന്ന് പുലർച്ചെ കണ്ണൂരിൽ നിന്നാണ് പോലീസ് അർജുൻ ആയങ്കി പിടികൂടിയത്. അർജുൻ ആയങ്കിയെ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനാണ് പോലീസ് നീക്കം. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പോലീസ് ഗുണ്ടകളെക്കാൾ സ്മാർട്ട് DGP പി വിജയനും പറഞ്ഞു. വെല്ലുവിളിയിൽ കേരള പോലീസിന് ജയം. കണ്ണൂർ നഗരത്തിൽ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ നിന്നാണ് പുലർച്ചെ അർജുനെ പോലീസ് പിടികൂടിയത്. വെല്ലുവിളിയിൽ തോറ്റെങ്കിലും കൂസലില്ലാതെ അർജുൻ. കടലിൽ കാണേണ്ടവരെ കിട്ടിയ സുഹൃത്തായ മറ്റൊരാളും അർജുനൊപ്പം ഫ്ളാറ്റിലുണ്ടായിരുന്നു. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൂത്തുപറമ്പ് കോടതിയിൽ അർജുനെ ഹാജരാക്കി. തുടരെ പോലീസിനെ വെല്ലുവിളിച്ച അർജുനെ പിടികൂടിയത് പോലീസിന് വലിയ ആശ്വാസമായി. പോലീസിനെ കുറെ വെല്ലുവിളിച്ചെന്നുള്ളത് അയാളുടെ ഒരു തോന്നലാണ്. ഒരു CIക്കെതിരെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ സുരക്ഷിതത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ വെല്ലുവിളി ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇത് തന്നെയാണ് ഞങ്ങളെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. അത്തരം വെല്ലുവിളികൾ ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിക്കില്ല. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകൾക്ക് ഇതാണ് അവസ്ഥയെന്നും മന്ത്രി. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ല. ജനങ്ങളുടെ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കൊട്ടേഷൻ സംഘത്തെയും ഗുണ്ടയ്ക്കില്ല. അർജുൻ ആയങ്കിയുടെ ഇളയ സഹോദരൻ അജയ് കോഴിക്കോട് പോലീസിന്റെ കസ്റ്റഡിയിലായി. അർജുൻ ആയങ്കിയുമായി ബന്ധമുള്ള പലരും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. പ്രധാന കൂട്ടാളി പ്രണവ് ഇപ്പോഴും ഒളിവിലാണ്. അർജുനെ തേടി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ അർജുൻ ആയങ്കിയെ തേടി CPIM പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പരിശോധന നടത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അർദ്ധരാത്രിയിലെ പരിശോധനയ്ക്കെതിരെ CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വം രംഗത്തുവന്നു. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.